പല ലെറ്റർ എഴുതി. ഞങ്ങൾ അതിനൊന്നും ഉത്തരം കൊടുത്തില്ല. കാരണം ഞങ്ങൾ ബാങ്കിൽ പോയിട്ടില്ല, ഞങ്ങൾ ഒരു ഗ്യാരണ്ടറായിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, ഒരു നോട്ടാറിന്റെ ഓഫീസിൽ ഞങ്ങൾ പോയിട്ടില്ല. ഇവിടേക്ക് തീർച്ചയായും നീതി ലഭിക്കണം. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നീതി ലഭിക്കണമെങ്കിൽ അതിനു മുമ്പ് അവർ ലെറ്റർ അയച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിനും ഉത്തരം കൊടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല, ഞങ്ങൾ ലോൺ എടുത്തിട്ടില്ല. ബാങ്കുകാരുടെ CCTV ക്യാമറ ഉണ്ടൊക്കെ കാണി. ഇത്രയും തുറന്ന് പറയാനായിട്ട് ഇവിടെ ആർക്കും നട്ടലില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ക്രൈം നടക്കുന്നത്. ചങ്ങനാശ്ശേരി കോടതിയിൽ കൊടുത്തിട്ട് 1.5 കൊല്ലമായിട്ട് FIR ഇല്ല. CMB കൊടുത്തിട്ടും മറുപടിയില്ല. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടു, DGPയെയും കണ്ടു, പുതിയ സർക്കാരിനെ കണ്ടു. അവർ ഓർഡർ ഇട്ടു. എല്ലാം ശാരീരികമായിട്ടും ഭയങ്കര വിഷമമാണ് ഞങ്ങൾക്ക്. നമസ്കാരം. വലിയൊരു തട്ടിപ്പ് പുറത്തു കൊണ്ടുവരികയാണ്. ഉടമ അറിയാതെ ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ കൈക്കലാക്കി വ്യാജ ഒപ്പിട്ട് ബാങ്കിൽ നിന്നും പണം കൈപ്പറ്റിയിരിക്കുകയാണ്. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശികളായ മൂലേക്കാട് ആന്റണി ജോർജും കുടുംബവുമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പ്രായമായ ഇവരുടെ വസ്തുവകകൾ ഇപ്പോൾ ജപ്തി ചെയ്യുന്ന അവസ്ഥയിലായിരിക്കുകയാണ്. കോതമംഗലത്തുള്ള ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബ്രാഞ്ചിൽ നിന്നുമാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എറണാകുളം സ്വദേശിയായ ജെന്നി വർഗീസിൻ്റെ നേതൃത്വത്തിലാണ് ഇവരെ പറഞ്ഞ് പറ്റിച്ച് ഇവരുടെ ആധാരം ഉൾപ്പെടെ കൈക്കലാക്കിയതിനു ശേഷം ഇവരുടെ പേരിൽ 8 കോടി രൂപ കൈക്കലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ബാങ്ക് 8,39,00,000 രൂപ ഇവർ അടയ്ക്കണമെന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് ചങ്ങനാശ്ശേരി പോലീസ് ഈ ജെന്നി വർഗീസിനെ 1ാം പ്രതിയാക്കിക്കൊണ്ട് ബാങ്ക് മാനേജരായിട്ടുള്ള വ്യക്തിയെ കൂടി പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പണം വാങ്ങിയിട്ടുമില്ല, ഇവരുടെ വസ്തു ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളെ ഈ ജെന്നി വർഗീസ് എന്ന വ്യക്തി നിങ്ങളെ ബന്ധപ്പെടുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഈ കബളിപ്പിക്കപ്പെടുന്നത്? ജെന്നി വർഗീസിന്റെ ഏജൻസ് ഫാക്ടറിയിൽ വന്നു, ഫാക്ടറി ഓഫീസിൽ വന്നു. എൻ്റെ മകനോട് കൺസൾട്ട് ചെയ്തു. അവന് 3 കോടി രൂപ കൊടുക്കാം, 0.8% ഇൻട്രസ്റ്റ് ആനുമം, 5 വർഷത്തെ ഡ്യൂറേഷൻ. അതനുസരിച്ചിട്ട് ഞങ്ങളുടെ ആധാരം അവർ കൈക്കലാക്കി. ഞങ്ങൾക്ക് 35ഉം 50ഉം 88 ലക്ഷം തന്നു. 3 ലക്ഷം രൂപ അവർ തിരികെ വാങ്ങിച്ചു. അപ്പം അതിനു വേണ്ടി അവർ CJM കോടതിയിൽ കേസ് കൊടുത്തു. ഈ നിങ്ങളുടെ ആധാരം ഏത് ബാങ്കിലാണ് ഇരുന്നത്? കോപ്പറേറ്റീവ് ബാങ്കിലിരുന്ന ആധാരം അവർ കൈക്കലാക്കി. അത് ഞങ്ങളുടെ കൺസെൻറ്റോടുകൂടിയാണ്. അത് ശരിയാണ്. അതിനുശേഷം ആ തുക അവർ കൊടുത്തു. 22 ലക്ഷം രൂപ അവർ കൊടുത്തു. അതിനുശേഷം അവർ ആധാരം കയ്യിലെടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി കാശും കൂടെ 35 ലക്ഷം രൂപ ടോട്ടൽ മകൻ്റെ പേരിൽ 50 ലക്ഷം രൂപ എൻ്റെ പേരിൽ അയച്ചു. 85 3 ലക്ഷം രൂപ അയച്ചു. അവർ തിരിച്ചെടുത്തു, അതോടെ കമ്മീഷൻ. അങ്ങനെ ടോട്ടൽ 88 ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഞങ്ങളുടെ കംപ്ലീറ്റ് ആധാരങ്ങളും 3 ബ്ലാങ്ക് ചെക്കും, 3 ബ്ലാങ്ക് പ്രൊമിസറി നോട്ടും, 3 ബ്ലാങ്ക് മുദ്രപത്രങ്ങളും ഞങ്ങൾക്ക് തിരിച്ചു തരണം. പക്ഷേ ഇവരിത് ജൂബി തോമസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് കൊടുത്തു. അദ്ദേഹം ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കോതമംഗലം ബ്രാഞ്ചിനെ സമീപിച്ചു. അവിടെ 8 കോടി രൂപ അവർ സംഘടിപ്പിച്ചു. അതിനുശേഷം ഇവർ പല ലെറ്റർ എഴുതി. ഞങ്ങൾ അതിനൊന്നും ഉത്തരം കൊടുത്തില്ല. കാരണം ഞങ്ങൾ ബാങ്കിൽ പോയിട്ടില്ല, ഞങ്ങൾ ഒരു ഗ്യാരണ്ടറായിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, ഒരു നോട്ടാറിൻ്റെ ഓഫീസിൽ ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ എങ്ങനെ ഞങ്ങളുടെ ഒപ്പ് ഇവരുടെ കയ്യിൽ വന്നു? ഇത് ഞങ്ങൾ ഒപ്പ് പരിശോധിച്ചപ്പോൾ അത് സാമ്യമുണ്ടോ? ഒപ്പ് പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ ഒപ്പല്ല, ഞങ്ങളുടെ പാസ്പോർട്ടിൽ ഒപ്പ് ഇതും എൻറ്റയർലി ഡിഫറൻറ്റ്. അതിനുശേഷം ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവിടെ ജപ്തിക്ക് വേണ്ടി വന്നു. അന്നേരം ഒപ്പ് കാണിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുക്കൽ ഹിന്ദിയിലും എൻ്റെ വൈഫിൻ്റെ അടുക്കൽ ഇംഗ്ലീഷിലും സോറി പറഞ്ഞു, ഞങ്ങൾ ഇനി മേലാൽ വരിയില്ല എന്ന് പറഞ്ഞു. ജപ്തിക്ക് വന്നപ്പോഴാണ് ഇത് അറിയുന്നത്. അതിനു മുമ്പ് അവർ ലെറ്റർ അയച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിനും ഉത്തരം കൊടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല, ഞങ്ങൾ ലോൺ എടുത്തിട്ടില്ല. ലോണ് ബോറോവർ വേറെ ഒരാൾ, ഞങ്ങൾ ഗ്യാരണ്ടറായിട്ട്. പക്ഷേ ഞങ്ങൾ ഗ്യാരണ്ടറായിട്ട് ബാങ്കിൽ പോയി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ബാങ്കുകാരുടെ CCTV ക്യാമറ ഉണ്ടൊക്കെ കാണില്ലേ. പിന്നെ ഞങ്ങൾ എന്തിനാ ഇത് വരുന്നത്? ഞങ്ങളുടെ പാസ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഒപ്പ് കാണാം. അപ്പം പിന്നെ നിങ്ങൾക്ക് തന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ബാങ്ക് മാനേജർ ഇതിൽ പ്രതിയാണോ? മേ ബി പോസിബിൾ. അങ്ങേർക്കും ചിലപ്പം കൈ കാണും. ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ കറപ്റ്റഡാണ്, ഗവൺമെൻറ് ഒഫീഷ്യൽസും കറപ്റ്റഡാണ്. അവർ ബ്രൈബിൻ്റെ കീഴിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇത്രയും തുറന്ന് പറയാനായിട്ട് ഇവിടെ ആർക്കും നട്ടലില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ക്രൈം നടക്കുന്നത്. ചങ്ങനാശ്ശേരി കോടതിയിൽ കൊടുത്തിട്ട് 1.5 കൊല്ലമായിട്ട് FIR ഇല്ല. അവർ CMB ചെയ്തോളാൻ പറഞ്ഞു. CMB കൊടുത്തിട്ടും മറുപടിയില്ല. പിന്നീട് വീണ്ടും ഞങ്ങൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടു, DGPയെയും കണ്ടു. അങ്ങേര് പുതിയ സർക്കാരിനെ കണ്ടു.
പുതിയ സർക്കാരിനെ കൊണ്ട് അവർ ഓർഡർ ഇട്ടു. ഇപ്പം എന്താണ് പറയുന്നത്, പുതിയ FIR തന്നു. ഇതിൻ്റെ കോപ്പി ഞങ്ങൾ ഈ ലോകം മുഴുവൻ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോപ്പി എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ ഇപ്പോൾ അടയ്ക്കേണ്ടത്? എത്ര കോടിയാണ് അടയ്ക്കേണ്ടതെന്ന് അറിയാമോ? ബാങ്ക് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? 8 കോടി. 8 കോടി പ്ലസ് ഇൻട്രസ്റ്റ്. പക്ഷെ നമ്മൾ ബാങ്കിൽ പോയിട്ട് പോലും ഇല്ലല്ലേ? ഇല്ല, നമ്മളവിടെ പോയിട്ടുമില്ല, ആരെയും കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ നമ്മളെങ്ങനെയാ ജപ്തി വന്നപ്പോൾ? അല്ല, അതിനു മുമ്പേ നോട്ടീസ് വന്നു, ഞങ്ങളുടെ പേര് വെച്ചുകൊണ്ട് ബോറോവർ അവരെട്ടെടുത്തു, ഗ്യാരണ്ടിയർ ഞങ്ങൾ. കാരണം ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ബാങ്കിൽ പോയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോയില്ല. അതായത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ നിന്നും 8 കോടി ഗ്യാരണ്ടിയറായിട്ട് നിന്ന ലെറ്റർ വന്നതിന് ശേഷം ഞങ്ങൾ 2 വർഷം കഴിഞ്ഞു മാനസികമായിട്ടും എല്ലാം ശാരീരികമായിട്ടും ഭയങ്കര വിഷമമാണ് ഞങ്ങൾക്ക്. ഇതിക്കുള്ള എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ ഇന്നസെൻ്റ് ആണ്. ഞങ്ങൾ പണം പിടിച്ചിട്ടില്ല, ആർക്ക് വേണ്ടിയും ഗ്യാരണ്ടറായിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, ഒരു ബാങ്കിലും പോയിട്ടില്ല, ഒരു നോട്ടാറിൻ്റെ പക്കലും പോയിട്ടില്ല. ആ നോട്ടാറും കറപ്റ്റഡ് ആണ്. അവർ പറഞ്ഞു അവരുടെ സിഗ്നേച്ചറിൻ്റെ അടിയിൽ ഡേറ്റ് ഉണ്ടെന്ന്. ഒരേ പേജിൽ തന്നെ ഒരിടത്ത് സിഗ്നേച്ചറും ഉണ്ട്, ഒരിടത്ത് സിഗ്നേച്ചറിൻ്റെ അടിയിൽ ഡേറ്റും ഉണ്ട്, ഒരിടത്ത് ഡേറ്റ് ഇല്ലാത്ത സിഗ്നേച്ചറും ഉണ്ട്. അപ്പോൾ അതിലേതാണ് ട്രൂ? ഞാൻ ഈ കുടുംബമായിട്ട് നല്ല ബന്ധമുള്ളൊരു വ്യക്തിയാണ്. ഇപ്പം അവരുടെ കേസ് നോക്കുമ്പോൾ 85 വയസ്സോളമായ ആ അപ്പനും അമ്മയും അവരുടെ അടുത്ത തലമുറയിലേക്ക് പാരമ്പര്യമായി മാറ്റേണ്ട ഈ സ്വത്ത് എങ്ങനെ മാറ്റാൻ പറ്റും? കോടതിയിൽ നിന്ന് നീതി എന്നിവർക്ക് ലഭിക്കും? അതൊരു വലിയൊരു ചോദ്യചിഹ്നം. ഇതൊരു അറ്റം മാത്രമുള്ള അനേകം കേസുകൾ തീർച്ചയായും പൊങ്ങി ഈ കബളിക്കപ്പെട്ടവരുടെ പുറത്തേക്ക് പോകണം തന്നെ വരും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ പൊതുവെ ഈ അനീതി കാണുമ്പോൾ എതിർക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന വലിയൊരു പരിപാടിയാണ്, നിയമമുണ്ടായിട്ടും ആ നിയമപരിരക്ഷ നൽകാതെ വ്യവസായികളെ പീഡിപ്പിക്കുന്ന ഒരു നടപടി ഈ ബാങ്കുകളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതിനെല്ലാം കോടതി പോയി നമുക്ക് നീതി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, കോടതിയിൽ കേസുകൾ നടക്കുമ്പോഴും ബാങ്കുകൾ നമ്മളെ ശിക്ഷിക്കാൻ അവർക്ക് കഴിവുണ്ട്. അതാണ് ഇതിലൊക്കെ രസം. അത്ര ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ആ ഒരു നിയമം തന്നെ തെറ്റാണെന്നുള്ളൊരു അഭിപ്രായക്കാരൻ, ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എനിക്ക് രേഖപ്പെടുത്താനുള്ളൂ. ഇവർക്ക് തീർച്ചയായും നീതി ലഭിക്കണം. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നീതി ലഭിക്കണമെങ്കിൽ അത് നമ്മുടെ സർക്കാർ തന്നെ അതിന് ഇടപെടണം. ഇതിനൊരു ശക്തമായ ഇടപെടൽ വന്നാൽ മാത്രമേ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. തോമസ് എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ ഒരു വക്കീലുണ്ട്. ഞങ്ങളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു, നിങ്ങൾ ഇന്നസെൻ്റ് ആണെന്നുള്ള മനസ്സിലായി. ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചു ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? പോയിട്ട് ഇല്ല സാർ. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇവിടെ CJM കോടതിയിൽ അവർ സമർപ്പിച്ച 80 പേജോ 80 പേജുള്ള ഡോക്യുമെൻസിൻ്റെ കോപ്പി എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ കോപ്പി എടുത്തു കഴിഞ്ഞാൽ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ കോടതി കേസൊന്നുമില്ല. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒപ്പ് തെറ്റാണ്. അപ്പോൾ അങ്ങേര് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടത്. അത് വന്നിട്ടാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നത് ജപ്തി ചെയ്യാൻ. ഈ പേപ്പർ അദ്ദേഹത്തെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സോറി പറഞ്ഞ് അദ്ദേഹം പോയി. DRT കോടതിയിലും 198 പേജിൽ ഞങ്ങളുടെ 64 സിഗ്നേച്ചറും പിന്നെ ഒരു നോട്ടാറിൻ്റെ സിഗ്നേച്ചറും കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സീല് വരെ ഇവന്മാർ വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നിങ്ങളെ കബളിപ്പിച്ച വ്യക്തി, അയാൾക്കെതിരെ സമാനമായ കേസുകൾ ഉണ്ട്. ഇതേതായിട്ട് ഏതാണ്ട് 100 കോടി രൂപ ഇതേര് നാട്ടുകാരെ വഞ്ചിച്ചിട്ടുണ്ട് പല ബാങ്കിൽ നിന്ന്. ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പിന്നെ യെസ് ബാങ്കിന് മാനേജറുടെ അപ്പനെയാണ് പറ്റിച്ചത്. അത്രയും മിടുക്കന്മാരാണ്. ഇത്തരത്തിൽ വലിയൊരു വ്യാജ തട്ടിപ്പ് സംഘമാണ് കേരളത്തിൽ തന്നെ വിളിക്കുന്നത്. കൃത്യമായും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പല കേസുകളിലും ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റിലാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രായമായ ദമ്പതികളെ ഇത്തരത്തിൽ അവരുടെ ആധാരം ഉൾപ്പെടെയുള്ള രേഖകളൊക്കെ കൈക്കലാക്കിയതിനു ശേഷം വ്യാജ ഒപ്പിട്ട് ആ ബാങ്കിൽ നിന്നുമാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്കിൽ നിന്നുമാണ് ഇത്തരത്തിൽ 8 കോടി വായ്പയായി എടുത്തത്. എന്നാൽ അത് ആ തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. അത് ഇവർ ഗ്യാരണ്ടറായി നിന്നുകൊണ്ടാണ് ലോൺ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവരുടെ വസ്തുവാണ് പണയപ്പെടുത്തിയിരിക്കുന്നത്. അതോടെ ഈ ദമ്പതികൾ വലിയ പ്രതിസന്ധിയിലായി മാറിയിരിക്കുകയാണ്. തങ്ങൾ അറിയാത്ത കാര്യത്തിനാണ് ഇപ്പോൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഏതായാലും കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇവരെ നീതിക്ക് മുന്നിൽ ഇവർക്ക് നീതി ലഭിക്കണമെന്നൊരു ആവശ്യവുമായാണ് ഈ ദമ്പതികൾ ഇപ്പോൾ സമീപിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.